actor in leading role shared ബ്രഹ്മയുഗം മലയാളം. സുഹൃത്തുക്കളെ, ഒരു സംശയമില്ല, നമ്മുടെ കേരളക്കര ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പോലെ തന്നെ 72ാമത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം മമ്മൂട്ടിക്ക് ഇതാ വീണ്ടും ഒരു ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഷെയർഡ് അവാർഡുകളാണ്, വേറൊരാൾ വ്യക്തിക്ക് കൂടി ഇത് ലഭിച്ചിട്ടുണ്ട്. നോ ഡൗട്ട് അബൌട്ട് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന അവാർഡ് തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഇത്തവണ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മമ്മൂട്ടി അവഗണിക്കുമോ എന്ന് മാത്രമായിരുന്നു ആളുകൾക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ മാറിയിരിക്കുന്നു, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു ഇതിലേക്ക് കടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ആ സിനിമയെ സെലക്ട് ചെയ്യുന്നത്. 2 സിനിമകളാണ് അവാർഡിന് വേണ്ടിയിട്ട് മത്സരത്തിലേക്ക് പോയത്. ഒന്ന് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയായിരുന്നു. നിങ്ങൾ ആ 2 സിനിമയും നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ 2 സിനിമയുടെയും ഏറ്റവും കോർ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 സിനിമയ്ക്കുള്ളിൽ ഒരു ഡ്രാമ നടക്കുന്നതാണ്. സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ നടക്കുന്നുണ്ട്. അത് ബ്രഹ്മയുഗമാണെങ്കിലും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിൽ അവിടെ വേറൊരു നാടകം, വേറൊരു സിനിമ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിലും വേറൊരു സിനിമയും ഒരു നാടകവും അവിടെ വളരെ സ്ലൈറ്റായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തൊക്കെയായാലും ഒരു സംശയമില്ലാത്ത രീതിയിൽ 72ാമത്തെ വയസ്സിൽ ഈ ഒരു ചങ്ങാതി, 74ാമത്തെ വയസ്സിൽ ഈ ചങ്ങാതി വീണ്ടും ഒരു അവാർഡ് വാങ്ങിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഒരു അവാർഡ് ദാനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സൈറ്റ് ആവുന്നത്, ഞാൻ ഏറെക്കുറെ എൻ്റെ ചാനലിൽ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അഭിനയ രീതികളെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ അഭിനയ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ ഏറെക്കുറെ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു സിനിമയിലേക്കും മമ്മൂട്ടിയിലേക്കും വരുന്ന സമയത്ത് ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരം സിനിമകൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൊറോണ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം എന്താണ് ആലോചിച്ചെടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ കമ്പനി തുടങ്ങാമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കഥയുണ്ട് കയ്യിൽ, ആ കഥയുമായിട്ട് ഏതെങ്കിലും നിർമ്മാതാക്കളെ സമീപിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് ഓഫ് ബീറ്റ് സിനിമയാണല്ലോ, ഇത് എടുക്കണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഒരു സിനിമയിൽ ഒരുപാട് അഭിനയ സാധ്യത ഉണ്ടായിരിക്കും. അത്തരം സിനിമകൾ പലപ്പോഴും ഇവിടെ നടക്കാതെ പോകും എന്നത് കൃത്യമായിട്ട് മമ്മൂട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ആ ഒരു കൊറോണ കാലത്ത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇനി തനിക്കൊരു നല്ല അഭിനയ സാധ്യതയുള്ള സിനിമകൾ ചെയ്യണമെങ്കിൽ അത് ഞാൻ സെലക്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ തന്നെ കുറിച്ച് ഇനിയിപ്പോൾ ഒരു ഓഫ് ബീറ്റ് സിനിമയായിട്ട് വരാനുള്ള സംവിധായകരൊക്കെ കുറവാണല്ലോ എന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇദ്ദേഹം ഒരു കമ്പനി ഉണ്ടാക്കുന്നു, മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കുന്നു. അതുവഴി നമ്മുടെ മുമ്പിലേക്ക് ഓഫ് ബീറ്റ് അല്ലെങ്കിൽ അവാർഡ് സിനിമ എന്ന ഗണത്തിലേക്ക് നമ്മുടെ മലയാളികൾ തള്ളി മാറ്റപ്പെട്ടിരുന്ന സിനിമകൾ ഈ ചങ്ങാതി എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നൻപകൽ നേരത്ത് മയക്കം വളരെ തീർച്ചയാണ്. ഒരുപക്ഷെ അത് മമ്മൂട്ടി ആയതുകൊണ്ടായിരിക്കാം അതിന് ഇത്ര അധികം ആളുകളൊക്കെ കാണാൻ സാധിക്കും. ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമയാണ്. ആ സിനിമ തീർച്ചയായിട്ടും അതൊരു അവാർഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ മാറ്റി വെക്കാവുന്ന വളരെ സ്ലോ പേസിലുള്ള സിനിമയാണ്. പക്ഷേ അത് മമ്മൂട്ടി നിർമ്മിച്ചു എന്നുള്ളതാണ്. എന്തിനു നിർമ്മിച്ചു? അവിടെയാണ് നമ്മുടെ ഇതിന് ഉത്തരം നിൽക്കുന്നത്. അഭിനയിക്കാൻ വേണ്ടി നിർമ്മിച്ചു. മനസ്സിലായില്ലേ? എന്തിനു നിർമ്മിക്കുന്നു ഇത്ര സിനിമകൾ? അദ്ദേഹത്തിന് അഭിനയിക്കാൻ വേണ്ടി നിർമ്മിക്കുന്നു. അതിനുശേഷം ആ ഒരു മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ ആ സിനിമയിലെടുത്ത വേറെ ഒരു സിനിമ ഒരു ഗേ ആയിട്ട്, ഒരുപക്ഷെ അത്രയും ധൈര്യമുള്ള ഒരു മനുഷ്യൻ, മലയാളത്തിലൊരു നമ്പർ 1 നടൻ, എക്കാലത്തെ നമ്പർ 1 നടൻ മമ്മൂട്ടി ഒരു ഗേ ആയിട്ട്, ഒരു സ്വവർഗ പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നുണ്ടെങ്കിൽ തന്റെ ഇതുവരെയുള്ള ഒരു സ്റ്റാർ എന്ന് പറയുന്ന മുഖം മൂടി തനിക്കിനി ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ആ ഒരു സിനിമയിലൂടെ. ഒപ്പം തന്നെ തനിക്ക് പിമ്പേ വരുന്നവർക്ക് എടോ ഞാനിത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളിത് ചെയ്യ് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ആര്? മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ ചെയ്തു വെച്ചത്. ഇതൊക്കെ തന്നെയാണ് ആ ഒരു കമ്പനി തുടങ്ങിയ ശേഷം ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു കൂട്ടിയത്. ഇനിയും ആ ഒരു സിനിമാ കമ്പനിയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അതിഗംഭീരമായ സിനിമകൾ ഇദ്ദേഹം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു തന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ കൂടി വരുന്നത്. നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഈ ബ്രഹ്മയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അത് എടുത്തത്. ആളുകളെ പേടിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് അഭിനയ സാധ്യത കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു കളർ കൊണ്ട് എന്ത് മാജിക്കും കാട്ടിക്കൂട്ടാനുള്ള
അവസരങ്ങളുള്ള ഒരു കാലം അല്ലേ? കളർ സിനിമ കൊണ്ട് എന്ത് മാജിക്കും ആളുകളെ എങ്ങനെ വേണമെങ്കിലും ഭയപ്പെടുത്താനുള്ള ഒരു അവസരമുള്ള ഒരു കാലമാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു കാലമായിട്ടും എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇതിന് സമ്മതിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് മനസ്സിലാക്കുക അദ്ദേഹത്തിന് താൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ അതൊന്നും അദ്ദേഹത്തിന്റെ കൺസേൺ അല്ല. അദ്ദേഹത്തിന്റെ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെ തനിക്ക് തന്നെ തേച്ച് മിനുക്കി പുത്തൻ വേഷങ്ങൾ, പുത്തൻ ഭാവങ്ങൾ തന്നിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് എടുക്കാം എന്നത് മാത്രമാണ് ആ ഒരു അഭിനേതാവിൻ്റെ ലക്ഷ്യം. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു മഹാനടനല്ല, ഞാനൊരു നടനാണ്, നടനാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ നിരന്തരം തേച്ചു മിനുക്കി ഉരച്ച് നടനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും നമ്മുടെ രാജ്യം അഭിമാനത്തോടു കൂടി നൽകുന്ന ഒരു അവാർഡ് കൂടി കയ്യിലെന്താൻ പോകുന്നു. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു മമ്മൂക്ക. ഇനിയും ഇത്തരത്തിലുള്ള ഗംഭീരമായ സിനിമകൾ ഞങ്ങൾക്ക് തരാൻ താങ്കൾക്ക് കഴിയട്ടെ. ആശംസകൾ. ബൈ.